കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും അവഗണന തുടരുകയാണ്. സമരാഗ്നിയുടെ പ്രചരണ അധ്യക്ഷനായിരുന്നിട്ട് പോലും തന്റെ ചിത്രമോ അതോ പേരോ പോലും ഉൾപ്പെടുത്തുന്നില്ല. അതായത് തനിക്ക് അർഹതപ്പെട്ട യാതൊരു സ്ഥാനവും ലഭിക്കുന്നില്ല. ഇത് പറയുന്നത് കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരനാണ്. അദ്ദേഹം പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളുമായാണ് അദ്ദേഹം പൊതുവെ രംഗത്തെത്താറുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് തന്നെയാണെങ്കിൽ പോലും പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആദ്യമായി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരു ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ലീഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് അവഗണന നിരന്തരമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവഗണന നേരിടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് NK പ്രേമചന്ദ്രന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വിരുന്ന് സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംഘീയാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമെല്ലാം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നെല്ലാം തന്നെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ നാളുകളായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ ഇദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. പല കാര്യങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൽ വ്യക്തമായൊരു നിലപാട് പറയാനാകാതെ അഥവാ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അവിടെയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പോലും പ്രസക്തിയില്ലാതെ മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വളരെ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പോലും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുകയാണ് തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുനയ ചർച്ചയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ അനുനയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് വീണ്ടും താനേറെ ഇഷ്ടപ്പെടുന്നത് തന്റെ പ്രസ്ഥാനത്തെയാണെന്നും അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിൽ തുടരുമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഈ പാർട്ടിയിൽ തന്നെ തുടരുന്നതെല്ലാം തന്നെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരു 24 എന്ന് പറയുന്ന ഒരു ചാനൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നുകൊണ്ട് സംസാരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പറയുന്നത് അദ്ദേഹം തുറന്നടിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അദ്ദേഹം പല സത്യങ്ങളും പുറത്തു പറയുന്നത്. അതായത് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന അവഗണനകളെ കുറിച്ചാണ് അദ്ദേഹം തുറന്ന് സംവദിക്കുന്നത്. ആദ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അതായത് ഈ വരാനിരിക്കുന്ന ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനെല്ലാം ശേഷം പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നെല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെല്ലാം ശേഷമാണ് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുന്നത്. കോൺഗ്രസിൽ ഇപ്പോഴും അവഗണന നേരിടുകയാണ് താൻ എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. സമരാഗ്നി യാത്രയുടെ പ്രചാരണ സമിതി അധ്യക്ഷനായിരുന്നിട്ട് പോലും തന്റെ പേരോ ചിത്രമോ എങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വന്തം മണ്ഡലമായ വടകരയിൽ പോലും തന്നെ തഴയുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പരാതിക്കാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വിട്ടുപോയി എന്ന സ്ഥിരം പല്ലവി പല സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട്. എൻ്റെ പേര് മാത്രമേ വിട്ടുപോകാറുള്ളൂ എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയം. എൻ്റെ ചിത്രം തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമല്ലോ എന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. തന്റെ പേരുകൾ ഇനി തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും വരുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം വടകരയിൽ മത്സരിക്കാൻ നിൽക്കുന്നത് അത് കെ മുരളീധരൻ തന്നെയാണ്. അതായത് കോൺഗ്രസിന്റെ പുതിയ അജണ്ടയനുസരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പയറ്റി തെളിഞ്ഞിട്ടുള്ള നേതാക്കളെ മാത്രമാണ് രംഗത്തിറക്കുന്നത്. ഈ സാഹചര്യത്തിൽ വടകരയിൽ നിൽക്കുന്നത് കെ മുരളീധരനാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി വടകരയിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സാഹചര്യമെങ്കിൽ അവിടെ എതിർ സ്ഥാനാർത്ഥി അഥവാ പ്രതിരോധിക്കാനായി എത്തുന്നത് KK ശൈലജയായിരിക്കും എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ KK ശൈലജ ടീച്ചറാണെങ്കിൽ പോലും തനിക്ക് ആരോടും ഭയമില്ല, താൻ തന്നെയായിരിക്കും അവിടെ വിജയി എന്നുള്ളൊരു തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ സമയത്തെ പ്രതികരണമെല്ലാം തന്നെ എന്ന് പറയുന്നത്. വടകര എന്ന് പറയുന്ന മണ്ഡലത്തിൽ കെ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു അതികായനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇത്രയധികം അണികളുള്ള ഇത്രയധികം സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പാരമ്പര്യം കൂടി എടുക്കുകയാണെങ്കിൽ K കരുണാകരൻ എന്ന് പറയുന്ന അതികായനായ ഒരു നേതാവിന്റെ മകൻ കൂടിയാണ് എന്നുള്ളതുണ്ട്. അത്തരത്തിലൊരു പാരമ്പര്യം കൂടിയുണ്ട് കെ മുരളീധരന്. അതുകൊണ്ട് തന്നെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം യാതൊരു കാരണവശാലും കോൺഗ്രസ് ചോദ്യം ചെയ്യുകയില്ല. പ്രത്യേകിച്ച് മുരളീധരൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും പിന്നീട് ഉണ്ടാകും എന്ന് പറയുകയും പിന്നീട് വീണ്ടും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും അത്തരത്തിലുള്ള നാടകീയമായ അന്തരീക്ഷങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം തന്നെയാണ് വടകരയിലെ സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വടകരയിലെ ആ സ്ഥാനാർത്ഥി അത്തരമൊരു അവസരം വരണം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡിക്ലറേഷൻ എല്ലാം വന്നതിന് ശേഷം
തൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ ഔദ്യോഗികമായി പ്രവചിച്ചതിന് ശേഷം എല്ലാം തന്നെ മാത്രമാണ് തൻ്റെ ഒരു പേരും പടവും എല്ലാം തന്നെ കാണാൻ, അതായത് കോൺഗ്രസ് എന്ന പേരിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വലിയൊരു മാനസിക ആകുലതയാണ് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത്. അതായത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി അത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും അത്രമാത്രം ദൂരേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. പിന്നീട് അദ്ദേഹം പലപ്പോഴായിട്ട് മുൻപെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, സുധാകരനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ വി.ഡി. സതീശനെ കുറിച്ചാണെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോലും ആണെങ്കിലും പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും സുധാകരനും അതുപോലെ തന്നെ വി.ഡി. സതീശനും അദ്ദേഹത്തെ തഴഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വലിയൊരു പ്രചാരകരുണ്ടായിരുന്നു. ആ താരപ്രചാരകരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ അലട്ടിയ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ആ സമയത്തും അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹമാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇത്തരത്തിൽ അവഗണിക്കപ്പെടുകയാണ്, തങ്ങൾ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന വാർത്തകളെല്ലാം തന്നെയാണ് ആ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം, അതായത് പൊതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് കോൺഗ്രസിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് AICC-യുമായി നേരിട്ടൊരു ചർച്ച സംഘടിപ്പിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുകളും ചർച്ചകളെല്ലാം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം അനുസരിച്ച് രണ്ട് വ്യക്തികളിൽ മാത്രമാണ് ഇപ്പോൾ അധികാരങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പണ്ടത്തെ മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും അധികാരായ നേതാക്കന്മാരാണെങ്കിലും ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അതായത് സ്ഥാനത്തിന് സ്ഥാനമുണ്ട്, പക്ഷേ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹം പോലും പറയുന്നുണ്ട്, വടകരയിൽ പോലും, അതായത് ഇപ്പോൾ സമരാഗ്നി എന്ന് പറയുന്ന വലിയൊരു പരിപാടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിലെത്തുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും തനിക്ക് അർഹതപ്പെടുന്ന ഒരു സീറ്റിന് താൻ അവകാശിയാണെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതാണ്. ആ തോന്നൽ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെയും അദ്ദേഹം തഴയപ്പെടുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് പേരും ഇതെല്ലാം തന്നെ മാറ്റപ്പെടുന്ന സാഹചര്യം, അത് പുതുപ്പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള തഴയലുകൾ നേരിടുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ ചോദിക്കുന്ന സമയത്ത് പറയുന്നതാണ് പേര് ചേർക്കാൻ വിട്ടുപോയതാണെന്ന്. അപ്പോൾ അത്തരം ഒരുപാട് വിട്ടുപോകലുകൾക്ക് താൻ സാക്ഷിയായതുകൊണ്ടാണ് ഇത്തവണ പരാതിയായിട്ടൊന്നും രംഗത്തിറങ്ങാതിരുന്നത്. അത്തരത്തിൽ എന്നും ഒരു പരാതിക്കാരനായിട്ട് ഒതുങ്ങിക്കൂടാനായിട്ട് താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതെല്ലാം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റു പല വിഷയങ്ങളുമായി ഇദ്ദേഹം പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് തന്റെ വേണമെങ്കിൽ വേണ്ട, താൻ മാറി നിന്നോളാം എന്നുള്ള തരത്തിലെല്ലാം തന്നെ ഇദ്ദേഹം മുന്നിട്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് അവസാനിപ്പിക്കുന്നതാണ് ഉചിതം എന്നുള്ളതായിരുന്നു പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം ചില അഭിപ്രായങ്ങളെല്ലാം തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളിൽ കെ സുധാകരൻ വന്നുകൊണ്ട് മറ്റൊരു അഭിപ്രായം പറയുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതും വലിയ തരത്തിലുള്ള മാനസിക അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തിയിലേക്കെല്ലാം തന്നെ നയിച്ചിരുന്നു എന്നുള്ളതാണ്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വ്യക്തമായിട്ടൊരു നിലപാട് പറയാൻ സാധിക്കും അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി അല്പം ഒട്ടും വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയല്ല. അത് ആ പാർട്ടിയുടെ പാരമ്പര്യം അല്ലെങ്കിൽ അതിന്റെ പ്രത്യയശാസ്ത്രമോ പരിശോധിക്കുകയാണെങ്കിൽ വിശ്വാസത്തിനല്ല പ്രാധാന്യം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെയല്ല. കോൺഗ്രസിന്റെ ഐഡിയോളജി അനുസരിച്ച് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ ആലോചിച്ചതിന് ശേഷം വേണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ നേതൃത്വം എന്താണോ പറയുന്നത് ആ പറയുന്നതിൽ തന്നെ ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ സമയം തന്നെ സുധാകരന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നിന്ന് ഇതുവരെയും തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല, ഇനി ദേശീയ നേതൃത്വം എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്നാണ്. അതായത് ഈ പറഞ്ഞതിനൊന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വളരെ കാലങ്ങൾക്ക് മുൻപേ അദ്ദേഹം പാർട്ടി മാറിയതും അതെല്ലാം ആ ചരിത്രങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയി നടന്നിട്ടുള്ള വിഷയങ്ങളിൽ പോലും അദ്ദേഹം വളരെയധികം അസംതൃപ്തനാണ് എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു MP സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അദ്ദേഹം MP ആകാനുള്ള സാധ്യതയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല മോഹമാണ് ഒരു MLA ആകുക എന്നുള്ളത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു MP സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ട് എത്തുകയാണെങ്കിൽ അവിടെ വീണ്ടും 1 വർഷം കഴിയുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു കളിക്കളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വലിയൊരു അവസരം കൂടിയുണ്ട്. ആ അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ അദ്ദേഹം ഭയപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇതെന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു വസ്തുത പാർട്ടിയുടെ അഥവാ മുന്നണിയുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങളില്ലാതെ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിക്കൊണ്ട് അർഹതപ്പെട്ടവർക്ക് വേണ്ടത്ര പരിഗണന പോലും ലഭിക്കാതെ കോൺഗ്രസ് നേതൃത്വം പുകയുക തന്നെയാണ്. അതേസമയം തന്നെയാണ് ഘടകകക്ഷികളുമായിട്ടുള്ള കോൺഗ്രസിന്റെ ചില സ്വരച്ചേർച്ചയില്ലായ്മയും അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലെ പടലപ്പിണക്കങ്ങളും. ഇപ്പോൾ ഇത്തരത്തിലുള്ള നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണക്കങ്ങളാണെങ്കിലും പോലും അത് കോൺഗ്രസിന്റെ റിസൾട്ടിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റിസൾട്ടിനെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം ഉള്ളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നും കോൺഗ്രസിന് വെല്ലുവിളിയായിട്ടുള്ളത്. പടലപ്പിണക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസിന് എന്നും വെല്ലുവിളിയായിട്ടുള്ളത്. അതേ പ്രശ്നം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. കേരള കോൺഗ്രസുമായി UDF ഇപ്പോൾ സ്വരച്ചേർച്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കെ സുധാകരൻ തന്റെ മത്സരിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് PJ ജോസഫ് എല്ലാം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷിയുമായി അത്ര സ്വരത്തിലല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെയാണ് ലീഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ലീഗ് നിരന്തരമായി ഇറങ്ങുന്ന പ്രക്ഷോഭങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് ഐക്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു സഖ്യമായൊരു മുന്നേറ്റത്തിന് തയ്യാറാകുന്നില്ല. മാത്രമല്ല ലീഗ് ആവശ്യപ്പെട്ടുള്ള സീറ്റ് പോലും നൽകാനായിട്ട് കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതും വലിയൊരു വസ്തുത തന്നെയാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ K മുരളീധരനെ പോലുള്ള അധികായരായ നേതാക്കന്മാർ തഴയപ്പെടുന്നു എന്നുള്ളൊരു വസ്തുതയും. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ കൂട്ടിക്കുറുക്കി വായിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ സജീവമാണ് എന്ന് വ്യക്തമാണ്, തർക്കങ്ങൾ സജീവമാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള ഭിന്നതകളെല്ലാം തന്നെ രൂക്ഷമാണ് എന്നുള്ളതെല്ലാം തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് CPM-നെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്ന ഒരൊറ്റ ആശയം കൊണ്ട് മാത്രം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ മുന്നേറേണ്ടി വരും കോൺഗ്രസ്.